ഇടുക്കി ഇരട്ടയാറിനെ വിറപ്പിച്ച അതിക്രൂര കൊലപാതകത്തിലേക്കാണ്. ഒന്നിച്ചിരുന്ന് മദ്യപിച്ച സുഹൃത്തുക്കൾ തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുന്നു. പറഞ്ഞു തീർക്കേണ്ട തർക്കം നീണ്ടത് പക്ഷേ അരും കൊലയിലേക്കാണ്. രാഹുൽ സണിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് സുഹൃത്ത് സജയനാണ്. മർദ്ദിച്ചവശനാക്കി കഴുത്തിൽ തുണികെട്ടി മുറുക്കി ജീവനെടുത്തിട്ടും പക അടങ്ങാതെ മൃതദേഹം 100 മീറ്ററോളം കയറിൽ കെട്ടിവലിച്ചു. ഈ ക്രൂരകൃത്യം ചെയ്ത സജയൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. രാത്രി 11 മണിയോടെയാണ് സംഭവം. സുഹൃത്തുക്കളായ രാഹുൽ സണ്ണിയും സജയനും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കം പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. ഒടുവിൽ രാഹുലിനെ കഴുത്തിൽ തുണി കെട്ടിമുറുക്കി സജയൻ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഇരട്ടയാർ ടൗണിന് സമീപം പഴയ പഞ്ചായത്ത് ഓഫീസ് പടിക്കലാണ് സംഭവം. ചെറുപ്പക്കാർ തങ്ങളിൽ ഒരു വഴക്കുണ്ടാകുകയും ഒരാളെ ദാരുണമായി കൊലപ്പെടുത്തുകയാണുണ്ടായത്. ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് പറയുന്നത്. ഞാൻ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 8:30 കട അടച്ചിട്ട് പോകും. ഇന്നലെയും 8 സമയത്ത് കട അടച്ചു. ആ സമയത്തൊന്നും ആരെയും കണ്ടില്ല. ഞാൻ പോകുന്നതിന് ശേഷമാണ് ഇവിടെ മദ്യവും മയക്കുമരുന്നെല്ലാം നടക്കുന്നത്. ഒരു വലിയ ദാരുണമായ ഒരു സംഭവമാണ്. കൊലപ്പെടുത്തിയ ശേഷം പ്രധാന പാതയിൽ നിന്ന് ഇടവഴിയിലൂടെ 100 മീറ്ററോളം കയറിൽ കെട്ടി രാഹുലിനെ സജയൻ വലിച്ചുകൊണ്ടുപോയി. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ പ്രദേശവാസിയാണ് പോലീസിനെ വിവരമറിയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി സജയനെ കസ്റ്റഡിയിലെടുത്തു. രാഹുലിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ മരിച്ചിരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാഹുലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സജയനെ സംഭവസ്ഥലത്തെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കുമളി.